അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ട് പോകും. നാളെ സ്പെയിനിലെ മാഡ്രിഡിൽ നടത്തുന്ന മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. സ്പോർട്സ് വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും മന്ത്രിക്കൊപ്പം ഉണ്ടാകും. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, അർജന്റീനൻ ആരാധകർ കൂടി വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഇതെന്താണ് സംഭവം? എപ്പോഴാണ് മന്ത്രി അവിടെ എത്തുക, കൂടിക്കാഴ്ച നടത്തുക? ധന്യ, അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകർക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കായിക പ്രേമികൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ നമ്മുടെ കേരളത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നാളെ സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോവുകയാണ്. നാളെ സ്പെയിനിലെ മാഡ്രിഡിലെത്തുന്ന കായിക മന്ത്രി വി അബ്ദുറഹിമാനും സ്പോർട്സ് ഡയറക്ടറും സ്പോർട്സ് സെക്രട്ടറിയും 3 ദിവസം മാഡ്രിഡിലുണ്ടാവും. അവിടെ വെച്ച് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുക. അർജന്റീനിയൻ ടീം എന്നത്തേക്ക് കേരളത്തിൽ വരും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ 3 ദിവസം നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകും. കാരണം കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ നടന്നതാണ്. അന്ന് ഇക്കാര്യമെല്ലാം കേരളത്തിലെ കായിക വകുപ്പ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തതാണ്, അവരെ ക്ഷണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഇത് സംബന്ധിച്ച് കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ചതായിട്ട് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ കത്ത് മൂലം കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ ഓഫീസിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച് അവസാനവട്ട ചർച്ചകൾ നടന്നത്. അതിന് പിന്നാലെയാണ് അതിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിൽ നാളെ പുലർച്ചെ കായിക മന്ത്രി വി അബ്ദുറഹിമാനും സ്പോർട്സ് ഡയറക്ടറും അതുപോലെ സ്പോർട്സ് സെക്രട്ടറിയും നാളെ സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോവുക. സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചാണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുക. ആ ചർച്ചയ്ക്ക് നല്ല രീതിയിൽ ആ ചർച്ച ഫലം കണ്ടാൽ ഒരുപക്ഷെ അർജന്റീനിയൻ ഫുട്ബോൾ ടീം അടുത്ത വർഷം പകുതിയോടുകൂടി കേരളത്തിലേക്ക് വരും. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മഞ്ചേരി പയ്യനാടുള്ള പുതിയ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടത്തുക. 3 മത്സരങ്ങൾ കളിക്കാൻ സജ്ജരായിട്ടായിരിക്കും അർജന്റീനിയൻ ടീം ഇവിടേക്ക് വരിക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹം. ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ മാഡ്രിഡിലേക്ക് പോകുന്നത്. എന്തായാലും മെസ്സി അടക്കമുള്ള കളിക്കാർ കേരളത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയുടെ ലോകകപ്പ് ജേതാക്കളായിട്ടുള്ള അർജന്റീനൻ ടീമിലുണ്ടായിരുന്ന മെസ്സി, ഏഞ്ചൽ ഡി മരിയ, അങ്ങനെ തുടങ്ങി ഒരുപിടി മികച്ച താരങ്ങൾ കേരളത്തിലേക്ക് വരുമെന്നുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ കായിക പ്രേമികളുള്ളത്. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അത്രയും താരങ്ങളൊക്കെ തന്നെ എത്തട്ടെ, ചർച്ച വിജയകരമാകട്ടെ.